ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്താൽ അപ്പം കാണുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബണ്ണാണ് കേട്ടോ. വെറും ബണ്ണല്ല, നല്ല ക്രീമൊക്കെ ഇട്ടാൽ നമ്മുടെ മസ്ക ബണ്ണാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു ഇറാനി ചായയും. അങ്ങനെ അത് കഴിക്കാനുള്ള ഒരു മോഹം കൊണ്ട് വേഗം തന്നെ ഞാനിതാ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി ഞാനിതാ കടയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇത് കണ്ട എൻ്റെ പുതിയ കീ ചെയിനാണ് കേട്ടോ. എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടുള്ളൊരു കീ ചെയിനും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ ഞാൻ കടയ്ക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രീം ബണ്ണ് വേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് ബട്ടർ, മിൽക്ക് മെയ്ഡ്, ബണ്ണ് ഇത് മൂന്നും വാങ്ങിച്ചു, പാലും വാങ്ങിച്ചു. അങ്ങനെ ഞാൻ എന്താ വണ്ടിയിൽ കൊണ്ടുവച്ച് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടിൽ ഉള്ളിൽ മുത്തശ്ശന്മാരുടെ സംഗമമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല പാട്ടും ഡാൻസും കുട്ടികളുടെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അതും കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് വൈകുന്നേരം പിള്ളേരൊക്കെ വന്നതിന് ശേഷം 4 മണിക്കാണ് കേട്ടോ ഈ ഒരു പരിപാടിയിലേക്ക് കടന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബട്ടർ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മിൽക്ക് മെയ്ഡ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പിന്നീടാണ് ഞാൻ ഓർത്ത് പാൽപ്പൊടി വാങ്ങിച്ചാൽ മതിയായിരുന്നു. പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചതല്ലേ, അതിനിപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാ. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കുക. ഒരു 2 ടീസ്പൂണ് പാലും കൂടെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് വെൽ. പാലൊഴിച്ചത് അങ്ങോട്ട് ലൂസായിപ്പോയി. പിന്നെ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. വേഗം തന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. അപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രീം ബണ്ണ് ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്രീമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബണ്ണുണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ബണ്ണ് വാങ്ങുക. അങ്ങനെ എടുത്തിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ. പകുതി മുറിച്ചിട്ട് നമുക്കിതുപോലെ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഇറാനി ചായ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ ഞാൻ. കാരണം ചാരുമോൾ ട്യൂഷന് പോകാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ചെട്ടിക്കുട്ടി സ്കൂള് കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ക്ഷീണവും പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ മുമ്പിൽ കാണുമ്പോൾ പിന്നെ അവർക്ക് ക്ഷമയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നാടൻ ചായയാണ് ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും എളുപ്പ വഴിയാണല്ലോ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിതാ വൈറലായ നമ്മുടെ ക്രീം ബണ്ണൊക്കെ റെഡിയാക്കി പുറത്ത് കൊണ്ടുവന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഒന്ന് ക്ലിയർ ആയിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അവിടെ ചെട്ടിക്കുട്ടി കഴിക്കുന്നുണ്ട്. അവളോടൊന്ന് ചോദിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ചെട്ടി? കുഴപ്പമില്ല, ടേസ്റ്റില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.